ഗുരു 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 ഗുഡ് മോർണിംഗ്. ബൂസ്റ്റ് കുടിക്ക്. നിന്റെ വീട്ടിൽ നിന്ന് ലഗേജ് മൊത്തം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എല്ലാം ഉണ്ടോന്ന് നോക്കിക്കേ. 1/2 മണിക്കൂറിനുള്ളിൽ റെഡി ആവണം. ഷോപ്പിങ്ങിന് പോവാനുണ്ട്. ഗുരു ഗുരുവിന്റെ ഡയറി. യാ ഈ കടയിൽ നിനക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ? എന്റെ സെലക്ഷൻ അല്ലേ നിനക്ക് ഇഷ്ടപ്പെടാത്തത്? നീ തന്നെ സെലക്ട് ചെയ്തു. ഹായ് അബി. ചേട്ടാ അബി. ഹായ് ശ്വേത. ഹായ് ശ്വേത. ഹൗ ആർ യു? ഹായ് ശക്തി. ഒരു പർച്ചേസിങ്ങിന് വന്നതാ. എന്താടേ ഗുരു കാണാത്ത മട്ടില്? അങ്ങനെയൊന്നുമില്ല. ഗുരു നീ സ്പോർട്സിൽ വിട്ടുകൊടുത്തോന്ന് അവൻ അറിയില്ല. എന്തിനാ തിരിഞ്ഞു നിൽക്കുന്നേ? ജസ്റ്റ് ഒരു ഹായ് പറയേ. ഹായ്. ഹായ്. സോറി, ഞാനെന്തോ ചെറിയ ടെൻഷൻ. ഇറ്റ്സ് ഓക്കേ. ഇതെങ്ങനെയുണ്ട്? നൈസ്. മാഡം. താങ്ക് യു. ശരി മാഡം. ബൈ. ശരി സർ. ഏയ് അബി, ആ എന്താ ബില്ല് പേ ചെയ്യാതെ പോന്നെ? മറന്നുപോയോ നീ? എന്താ ഗുരു കളിയാക്ക? ഇത് നമ്മുടെ കടയാ. നമ്മുടെ കടയോ? ഗുരു എന്താ ആലോചിക്കുന്നേ? ജോലി വേറെ, കുടുംബം വേറെ. ഒരിക്കലും രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഇന്ന് നീ ബില്ല് പേ ചെയ്യാതെ പോയെന്ന് വെക്കും. ഇത് കണ്ടിട്ട് നാളെ ഞാൻ കാഷ്യർ ആയിട്ടിരിക്കുന്ന കടയല്ലേ എന്ന് വിചാരിച്ച് കാഷ്യറും മാനേജറും സെയിൽസ്മാനും ഇങ്ങനെ ചെയ്താൽ എന്താവും? പുറത്ത് എന്ത് ധർമ്മം വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ബിസിനസ്സിൽ ഒരു ചെറിയ കർച്ചീഫിന് പോലും കണക്കുണ്ടാവണം. സാർ വേണ്ട സാർ.